ചിരിക്കുമ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡ് കോടിപ്പോകുന്ന പോലെ ഉണ്ടാവാം. അതുപോലെ തന്നെ കണ്ണിന്ന് കണ്ണുനീര് തുടർച്ചയായിട്ട് വരാം. നമ്മുടെ ഒരു സൈഡിലുള്ള ടേസ്റ്റ് സെൻസ് കുറവായിരിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പരമേശ്വരൻ. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബെൽസ് പാൽസിയെക്കുറിച്ചാണ്. നമ്മുടെ മുഖത്തിൻ്റെ ഒരു വശത്തെ പേശികൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ബലക്ഷയമാണ് ബെൽസ് പാൽസി. നമ്മുടെ മുഖത്തിൻ്റെ പേശികളെ സപ്ലൈ ചെയ്യുന്നത് ഫേഷ്യൽ നെർവാണ്. ഈ ഫേഷ്യൽ നെർവിനുണ്ടാവുന്ന ക്ഷതമോ അല്ലെങ്കിൽ വീക്കമോ കാരണമാണ് ബെൽസ് പാൽസി ഉണ്ടാവുക. ഇതിന് ഇഡിയോപ്പതിക് ഫേഷ്യൽ പാരാലിസിസ് എന്നും പറയും. ഇത് പലപ്പോഴും ആൾക്കാർ സ്ട്രോക്കാണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സ്ട്രോക്കിൽ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ ബാധിക്കാം. ബെൽസ് പാൽസിയിൽ മുഖത്തിനെ മാത്രമേ ബാധിക്കാറുള്ളൂ. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം പലപ്പോഴും കണ്ടുപിടിക്കാൻ വിഷമമാണ്. എന്നിരുന്നാലും ചില വൈറൽ ഇൻഫെക്ഷൻ, വാരിസെല്ല സോസ്റ്റർ, ഹെർപ്പിസ് സിംപ്ലെക്സ്, അതുപോലെ ചില ഫ്ലൂ വൈറസുകളൊക്കെ കൊണ്ട് നമുക്ക് ബെൽസ് പാൽസി ഉണ്ടാവാം. ഈ ബെൽസ് പാൽസി ഉള്ള ആൾക്കാരിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക? നമുക്ക് ചിരിക്കുമ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡ് കോടിപ്പോകുന്ന പോലെ ഉണ്ടാവാം. അതുപോലെ തന്നെ കണ്ണിന്ന് കണ്ണുനീര് തുടർച്ചയായിട്ട് വരാം. നമ്മുടെ ഒരു സൈഡിലുള്ള ടേസ്റ്റ് സെൻസ് കുറവായിരിക്കാം. നമ്മൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതൊരു സൈഡിലൂടെ ലീക്കായിട്ട് വരാം. ഡ്രൂളിങ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സിംറ്റം. ചിലർക്ക് തലവേദനകളും ഒക്കെ ഉണ്ടാവാം. ബെൽസ് പാൽസി നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? പൊതുവെ ബെൽസ് പാൽസി ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. എന്നിരുന്നാലും ചിലരിൽ ബ്രെയിനിൻ്റെ ഒരു MRI സ്കാൻ, HRCT ഓഫ് ടെമ്പറൽ ബോൺ, അതുപോലെ തന്നെ ഇലക്ട്രോ മയോഗ്രഫി പോലുള്ള ചില ടെസ്റ്റുകൾ വേണ്ടിവരാം. ബെൽസ് പാൽസി പേടിക്കേണ്ടതല്ല. സാധാരണഗതിയിൽ തനിയെ പെട്ടെന്ന് ഒരു 24 to 48 hours സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 ആഴ്ച മുതൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തനിയെ മാറുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് രോഗശമനം പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ചില മരുന്നുകൾ, ചില സ്റ്റിറോയിഡ് ഗുളികകൾ, അതുപോലെ തന്നെ ആൻറ്റി വൈറൽസ് മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് പേശികളുടെ സ്വാഭാവികത നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം. കണ്ണടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ കണ്ണിന് ഡ്രൈനസ് വരാതിരിക്കാൻ വേണ്ടി കണ്ണിൽ തുള്ളിമരുന്ന് ഒറ്റിക്കുകയും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് കണ്ണ് അടച്ചു വെക്കുകയും ഒരു ടേപ്പ് വെച്ചിട്ട് കണ്ണ് അടച്ചു വെക്കുകയും വേണം. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ബെൽസ് പാൽസി പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല. മിക്ക ആളുകളിലും അത് തനിയെ മാറുന്നതാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഒരു ENT ഡോക്ടറെ സമീപിച്ചിട്ട് ഇത് സ്ട്രോക്ക് പോലുള്ള മറ്റു അവസ്ഥകളല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.